പ്രിയമുള്ളവരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൻ്റെ അല്പം. അവൻ്റെ അസാന്നിധ്യം പിതാവിന് വേദനയായി മാറുന്നു. എന്നാൽ ധൂർത്തപുത്രൻ്റെ സാന്നിധ്യം വേദന മാറ്റുകയാണ്. അതാണ് ധൂർത്തപുത്രൻ്റെ അസാന്നിധ്യം അപ്പന് വേദനയായെങ്കിൽ അവൻ്റെ തിരിച്ചുവരവ് സന്തോഷമായി മാറുന്നു. ഓർക്കുക പ്രിയമുള്ളവരെ, പാപം ചെയ്തും മറ്റവസ്ഥയിലും നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ ആ ഒരവസ്ഥ ദൈവത്തെ വേദനിപ്പിക്കും. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവ് വഴിയോര കണ്ണുമായി കാത്തിരുന്ന പിതാവിന് സാന്നിധ്യമായി മാറിയപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു സന്തോഷമായി മാറി. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവർ, നാമും ധൂർത്തപുത്രനെ പോലെ അകലുമ്പോൾ വഴിയോര കണ്ണുമായി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവം. പ്രിയമുള്ളവർ, മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന കർത്താവ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏതെല്ലാം തരത്തിൽ ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചപ്പോൾ അവൻ്റെ സാന്നിധ്യം എനിക്ക് അസാന്നിധ്യമായി മാറിയെങ്കിൽ മടങ്ങി വന്ന് സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിലാകുവാൻ നമുക്ക് സാധിക്കട്ടെ. എങ്കിൽ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്ന എല്ലാ പാപങ്ങളും എല്ലാ അവസ്ഥകളും നമുക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, എൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും മാറ്റപ്പെട്ട അവസ്ഥ എൻ്റെ ദൈവത്തെ ഏറെ സന്തോഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്, അസാന്നിധ്യത്തിൻ്റെ വേദന സാന്നിധ്യത്തിൽ ഇല്ലാതാകുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയോര കണ്ണുമായി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടി അണയാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.